ലവ് ജിഹാദ് ചർച്ച ചെയ്യുന്നവർ ഇതിനെ എന്ത് വിളിക്കും? ഞാൻ വിളിക്കും നിങ്ങളാരാ? താരാണ്? എടോ താനോ? ഐ വാസ് സർപ്രൈസ്ഡ്. അതാണ് ഈ ഷിഹാന. അല്ല ഇതെവിടുന്ന് കിട്ടി? ഇതെന്റെ ഒരു റിലേറ്റീവ് വന്നതാ. ഇത് പിന്നെ അലമാരി കിടന്നോണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എപ്പോ? 3-4 കൊല്ലമായി. എന്നോട് പറഞ്ഞതേ ഇല്ല. ഓ, ഞാൻ അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ സ്ഥിരമാക്കിക്കോ. ദേ അതുലേ, ഞാൻ എന്ത് ധരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. അത് എന്റെ ഇഷ്ടമാ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എന്നാ നിനക്ക് കൊള്ളാം. വാ പോവാം. എന്നാ അങ്ങോട്ട് നമുക്ക് പോവാം. എവിടെ? ഇവിടം വരെ. വണ്ടി എടുക്ക്. ഇത് കിട്ടുണ്ടോ? അതിനെന്ത് കുഴപ്പം? പൊക്കി പിടിച്ചാ പോരെ. അച്ചടാ. അതിന്റെ വൃത്തികേട് ഉണ്ടായിരുന്നു. ഓ, ഞാൻ സഹിച്ചു. കുറ്റം കണ്ടുപിടിക്കാൻ ഒരാൾ. അപ്പൊ ഇതൊക്കെയാണ് ഞെട്ടിക്കൽ. കൊള്ളാം. ഇറങ്ങട്ടെ? ഇറങ്ങിക്കോ. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്തേ? അങ്ങനെ തോന്നി. ഓ, വെറുതെ തോന്നും അല്ലേ? അത് വിട്. ആയിട്ടു. ഇവിടെ കൊള്ളാല്ലേ? ഓ, ആദ്യമായിട്ടല്ലേ കാണുന്നത്? എടാ, നീ എവിടെ എന്തെടുക്കുവാ? ഇവിടെ വന്നിരിക്കേ. എന്നെ കാത്തിരുന്ന വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടൊന്നുമല്ലോ. കുഴപ്പമില്ലടോ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു. വീണ്ടും വീണ്ടും ആലോചിച്ചു. വീണ്ടും വീണ്ടും സംസാരിച്ചു. ഞാനിപ്പോ എന്താ ആലോചിക്കുന്നതെന്നറിയോ? പറ. നമ്മൾ പരിചയപ്പെട്ട് വർഷം കുറേ ആയിട്ടും നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് എന്താ കൂടി വരുന്നേ? പറയട്ടെ. ഷിഹാനയോട് എനിക്കുള്ള റെസ്പെക്റ്റും കെയറും അതുപോലെ നിനക്ക് എന്നോടും ഉണ്ട്. എൻ്റെ ഇഷ്ടങ്ങളെയും അഭിപ്രായങ്ങളെയും നീ അംഗീകരിക്കുന്ന പോലെ തിരിച്ചു കിട്ടുന്നുണ്ടാവാം. ആണല്ലേ? ആണ്. അപ്പോ ആലോചിച്ച പോലെ നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? ഉറപ്പിക്കാം. എന്നാ പറഞ്ഞോ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ ഒന്നിച്ച് തീരുമാനം എടുക്കുന്നു.
ഒരു മിനിറ്റ്. സർപ്രൈസ് ആണോ? ഏയ്, പിന്നെ എൻ്റെ സ്നേഹം. ഓഹോ. നോക്കട്ടെ. ഒരു വലിയ തീരുമാനം, പങ്കാളിയാവാൻ. എന്നാ നമുക്ക് വീട്ടിൽ പറയാം. ബാപ്പച്ചി കുഴപ്പമില്ല, ഉമ്മച്ചി ആ കുഴപ്പമില്ല, നോക്കാം. എനിക്ക് റിലേറ്റീവ്സിന് ക്ലാസ് ഒക്കെ ഉണ്ടാവും. കുറെ പേരുണ്ട്. സ്പോഞ്ചോ വിഷയൊന്നും നീ കാര്യാക്കണ്ട. വീട്ടിലൊക്കെയാണ്, ബാക്കി കല്ലി വലി. ആ അപ്പോൾ അതുമായി. ഇനി ജോബിന്റെ കാര്യം. എന്ത് റിപ്പീറ്റേഷൻ ആടോ, അതൊക്കെ നടക്കും. നടന്നാ മതി. നടക്കുന്നേ. അപ്പോ എല്ലാമായി. നമുക്ക് ചായ കുടിച്ച് പിരിഞ്ഞാലോ? ഓക്കെ. എന്നാ വാ. ബാഗ് ഉണ്ടോ? ദാ അങ്ങോട്ടേ. അല്ലേ കൊണ്ടോ ഇപ്പിട്ടിനി. ഇപ്പൊ എടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ചായ കുടിച്ചിട്ട് നോക്കാം. ഓക്കെ. പണിയായോ? ആ പോട്ടെ. ഇരുന്നോ? ആ പോവാം. രണ്ടുപേരുടെ എന്താ ഇവിടെ? ആ പാത്തു, എന്റെ ഫോൺ എവിടെ? ആ ബാപ്പച്ചിയുടെ ഫോണാ മോളെ. ആ, നിങ്ങളെ ഷാനബാസിനെ ഒന്ന് വിളിക്കണേ. എന്താ അവൻ കാര്യം? വലിയ ദേഷ്യത്തിലാ. അവൻ എന്തിനാ നമ്മളോട് ദേഷ്യം കാണിക്കുന്നേ? ഹാ, നിങ്ങളൊന്ന് വിളിച്ചേക്ക്. വാപ്പച്ചിയെ ഓ ശരി. ഹലോ ഹലോ. ഹലോ. ആ ഹലോ, ഇത് അതുലിന്റെ വീടല്ലേ? അതേലോ, ഞാൻ അതുലിന്റെ അമ്മയാണ്. ഓ ആണോ? ഞാൻ ഷാഹുൽ ഹമീദ്, ഷിഹാനയുടെ ഫാദറാണേ. ആ പറയ്. ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി വീട്ടിൽ പറഞ്ഞിരുന്നു. അത് സംസാരിക്കാനാണ് ഇപ്പോൾ വിളിച്ചത്. ആ മോൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ സംസാരിച്ചു, എങ്കിലും അത് മാത്രം പോരല്ലോ. അതെ അതെ. അമ്മ വിശന്നിട്ട് വയ്യ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യാമോ? അമ്മ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടൂടെ? നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അകത്തുനിന്ന് പോയി എടുത്ത് എന്താ കഴിച്ചൂടെ? ഉള്ളത്? പോയി നോക്ക്. പോ ചുമ്മാ. ഹലോ. ആ ഹലോ. ഇളയ മോനായിരുന്നേ. ആ ഇതിനെപ്പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാ നേരിട്ട് കാണാൻ എപ്പോഴാ പറ്റുക? സൗകര്യമുള്ള ഒരു ദിവസം അറിയിച്ചാൽ മതി, നമുക്ക് നേരിൽ കാണാം. ഓ ഓക്കെ, എന്നാൽ ഞങ്ങളെ ആലോചിച്ചിട്ട് ഒരു ദിവസം വിളിച്ചു പറയാം. ഓ ആയിക്കോട്ടെ. ശരി ശരി. ആ ഓക്കെ ശരി. ആരായിരുന്നു അത്? അതുലിന്റെ അമ്മ. എന്തോ പറഞ്ഞ്? അവരാലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, അറിയിക്കും.
സന്തോഷായ? ഷിഹാനയുടെ ഫാദറെ വിളിച്ചേ. ആ എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എന്നാ പറ്റാന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു? ആലോചിച്ചിട്ട് ഒരു ദിവസം പറയാന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ടേ നമുക്ക് തിരിച്ചു വിളിക്കാം. ഓക്കേ. എന്താ നിന്റെ പ്ലാൻ? ജോലി ഒന്ന് മാറണം. ഒന്നെണ്ണം വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്താ? CV അപ്ഡേറ്റ് ചെയ്യണം, അതിന് അപ്ലൈ ചെയ്യാൻ. അപ്പൊ പിന്നെ അത് പോയി ചെയ്യേ. ചെയ്യാം. ഈ കഥയൊന്ന് വായിക്കട്ടെ. ഈ ചാപ്റ്റർ ഇപ്പോൾ തീരുന്നല്ലോ. ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഡാ. പോയില്ലായിരുന്നു. നിങ്ങൾ വരാൻ വൈകിയോണ്ട് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാൻ പറ്റി. ഒഴിവാക്കാൻ പറ്റാത്ത ആളാ മരിച്ചതേ. അതാ പിന്നെ കേറിയിട്ട് വന്നു. ആ, ഇവിടേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. നിങ്ങളിവിടെ പലവട്ടം വന്നിട്ടുണ്ട്. കറങ്ങി നടന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. അതല്ലേ ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? ഓ ആയി ആയി, എല്ലാം ക്ലിയർ ആയി. ഇങ്ങനെ ഒരു സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ദേ ഇവരോട് ചോദിക്കും. ഞാൻ ഈ കൂടിക്കാഴ്ച വീട്ടിലാ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവരാ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി. നല്ല ഫുഡും നല്ല ആംബിയൻസും. ഇത് നവീന്റെ സെലക്ഷനാ. അല്ല, നബീൻ എവിടെ? നവീൻ വല്ല ടൂർണമെന്റിനും പോയി കാണും. ആഹാ, എല്ലാം അറിയാലോ. അവനപ്പോൾ ഫ്രണ്ട്സ് ആരോ വന്നിട്ടുണ്ടോ? കുറച്ചുമ്പോ കയറി വരും. അവൻ വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇവരുടെ കാര്യത്തെ കുറച്ച് അടുത്ത സ്റ്റെപ്പ് അതാണ്. അതെ അതെ. പിള്ളേര് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടാ നമ്മളോട് പറയണത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അവര് തന്നെ പറയട്ടെ. അതെ, അത് തന്നെയാ നല്ലത്. അതെ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ജോബ് ഇമ്പോർട്ടൻ്റാ. രണ്ടുപേരും ക്വാളിഫൈഡ് ആയതുകൊണ്ട് ആ ടെൻഷനില്ല. ഇപ്പോ നമുക്ക് രണ്ടാൾക്കും ജോബ് ഉണ്ടല്ലോ. ബെറ്റർ ഓപ്ഷൻ വരുവാണെങ്കിൽ നോക്കാം. ഇപ്പോൾ ജോലി രണ്ടും രണ്ടിടത്താന്ന പ്രശ്നമുള്ളൂ. 2 കമ്പനിയിൽ ജോലി ചെയ്താലും താമസം ഒരു സ്ഥലത്തായിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കാര്യത്തിനും പ്ലാൻഡ് ആണെന്ന് നമുക്കറിയാം. എങ്കിലും ഒരു അഡ്വൈസ് എന്ന നിലയിൽ പറയുകയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലേ? നിങ്ങളുടേതായ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ കയറി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോവരുത്, ഇവിടെ പോവരുത്, അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ നിൽക്കില്ല അല്ലേ? എന്ന് കരുതി എന്ത് തെണ്ടിത്തരം ചെയ്തിട്ട് വന്നതെന്ന് ചിരിക്കരുത്. അതുപോലെ കുറെ കഴിയുമ്പോൾ ലൈഫിൽ പല പല സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം. അത്യാഗ്രഹം കളയാണ് അനാദ്യം വേണ്ടത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എന്തും തുറന്നു പറയണം. കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നിയാ ആദ്യം നമ്മളോട് അഭിപ്രായം ചോദിക്കണം. അതെ, നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു സന്തോഷം നിലനിർത്താൻ ഞങ്ങൾക്കൊപ്പം നിന്നേ പറ്റൂ. നിർബന്ധമായും ഞങ്ങളത് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ തരുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താണ് ജീവിക്കാനായിട്ട് വേണ്ടത് അല്ലേ? അതെപ്പോഴും ഓർമ്മ വേണം. എന്താ ഇത്? എനിക്ക് കരച്ചിൽ വരുന്നു. ഷിഹാനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടോ? സന്തോഷത്തിന്റെയാ. ദേ വരുന്നുണ്ടല്ലോ. എവിടായിരുന്നു? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ആ ചെയർ എടുത്തിട്. അത് കുഴപ്പമില്ല. കഫേ എങ്ങനെയുണ്ട്? ആ പൊളിയല്ലേ. ഓരോന്നിനും ഓരോ വൈബ് ഉണ്ട്. അതിങ്ങനെ വന്നാലേ കിട്ടൂ. അതെ അതെ. ചർച്ചയൊക്കെ കഴിഞ്ഞോ? ഓ, വലിയ ചർച്ചയൊന്നുമില്ല. സാർ, ആ വേറെന്തെങ്കിലും? ഒരു മിനിറ്റ് ആവശ്യമുള്ളത് പറയേ. പറയട്ടെ. ആ, 3 പാലപ്പം, 6 ഇടിയപ്പം, പിന്നെ ഒരു ചില്ലി ഗോബി, പിന്നെ ഒരു പോർക്ക് റോസ്റ്റ്, ഇത്തിരി പെപ്പർ കൂട്ടി. ഇത്രയും പോരെ? ആ, മതി മതി. വീട്ടിലുള്ളതൊക്കെ ആര് കഴിക്കും? മതി. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. നീ കഴിക്കണോ? ഞാൻ ഡയറ്റാ. എന്നാലും പാഴ്സൽ എടുത്തോ, അൽഫാ മതി.
ആ അൽഫോൺ ഡയറ്റിന് സൂപ്പറാ. ആ ഒരു കുഴിമന്തി കൂടി പറയൂ. ഒരു അൽഫാം, 4 കുബൂസ് എക്സ്ട്രാ, പിന്നെ അൽഫാം പെരി പെരി മതി. സെപ്പറേറ്റ് പാക്ക് ചെയ്തു, ഒരുമിച്ച് വേണ്ട. ജ്യൂസ് എന്തെങ്കിലും വേണോ? ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. ഇവരുടെ കാര്യത്തിൽ ഇടപെടാറുമില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമേ ഇല്ല. ശരി, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അവിടെ കാണും. അതെന്ത് പോകാ? അത് കുഴപ്പമില്ല, ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ആ അതവന്റെ എടാ ടീമിലായിരിക്കും. നീ ഞങ്ങളോട് വരുന്നുണ്ടോ? നോക്കാം. ആള് സ്മാർട്ടാണല്ലോ. ഒരു പ്രധാന കാര്യം വിട്ടുപോയി. അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല, എങ്കിലും ചോദിക്കുകയാണ്. നമ്മുടെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? സംശയം എനിക്ക് മനസ്സിലായി. എന്തോന്നളിയാ, ഞങ്ങളിത് ആരെയാ ഭയക്കേണ്ടത്? അല്ല, അങ്ങനല്ല. പണ്ട് പലരും കാണിച്ച മണ്ടത്തരങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഞമ്മള്. ഞമ്മക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. സംശയം നാട്ടുകാരെയും ബന്ധുക്കളെയും കുറിച്ചാണെങ്കിൽ അതത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനായിട്ടാ ഞങ്ങളും ശീലിച്ചിട്ടുള്ളത്. നന്നായി ജീവിക്കാനായിട്ട് അതല്ലാതെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാ ഞങ്ങളുടെയും. മാനവികത അത് വിട്ടുകളയാൻ ഞങ്ങളും തയ്യാറല്ല. പിന്നെ അളിയാ, പിന്നെന്താ? പിന്നെന്താ, അവരുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. കൊള്ളാം. പറ. സാർ പിന്നെ പാഴ്സൽ മോളെ. ഓക്കെ, ഇറങ്ങിയാലോ? അതെ ഞങ്ങളോടുണ്ടേ. ശരിയെന്നാ. അപ്പോൾ ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. ആ ബില്ലൂടെ ഒന്ന് ക്ലിയർ ചെയ്തേക്കണം. അത് ശരിയാവൂല അളിയാ, അത് അളിയനെ കൊടുത്താൽ മതി. പിള്ളേരെ നിങ്ങളിനി എവിടേക്കാ? ലേറ്റായി പോരെ? ഇവന്മാർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല, ഞങ്ങളെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. നീ എന്താടാ പിറുപിറുക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതാ മിണ്ടാതിരിക്കാൻ. മിണ്ടോടാ, മിണ്ടും. ഞങ്ങളെ പെങ്കൊച്ചിനെയോ? ഒന്ന് എണ്ണിട്ട് പാടാ. എന്താടാ നിന്റെ ഒന്നും പദ്ധതി നടന്നില്ലേ? ഞങ്ങളുടെ ഉള്ളപ്പോ നിന്റെ ഒന്നും ഒരു പദ്ധതി നടക്കില്ല. ആ കൊച്ചിനെ വളച്ചെടുത്ത് കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിരിച്ചു. അവളെ പീഡിപ്പിച്ചതൊക്കെ മതി. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? ഞങ്ങളുടെ കൊച്ചനെ വലയിലാക്കി മതം മാറ്റി കടല് കടത്തി തീവ്രവാദ നടത്താന്നോ? ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല. ഒന്നടങ്കം വിട്ടു. നിങ്ങളുടെയൊക്കെ കളികൾ ഞങ്ങൾ കുറെ ഇടാ കാണാൻ തുടങ്ങിയിട്ട്. കാണും. നോക്കടാ, ഇവന്മാർക്ക് ഇവിടുത്തെ വലിയ പ്രശ്നക്കാര്. തല്ലി കൊല്ലുക വേണ്ടത്. കളി ഏതായാലും തോൽക്കുന്ന ആള് കഴുതായേ പറ്റൂ. കിരീടവും കുണ്ടലവും വെക്കുകയും വേണം. അതന്നെ. ഏയ്, കള്ളക്കളിയൊന്നും വേണ്ട. പിന്നെ കള്ളക്കളിയില്ലേ? ഡാ, അതിലേ നിനക്കാണോ? നിനക്കാണോ? പോടാ. അയ്യേ, ചമ്മിപ്പോയി. പിടിച്ചോ പിടിച്ചോ. ഇവിടെ ഈ കൂടിയിരിക്കുന്നവരോട് ചിന്തിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് ചിന്തിക്കൂ. ലവിന്റെ പേരിലോ സ്നേഹത്തിന്റെ പേരിലോ ഭയപ്പാടിന്റെ പേരിലോ ഇന്നൊരാളെയും തകർക്കാമെന്ന് ആരും കരുതണ്ട. അതിനാർക്കും കഴിയില്ല. ലവ് ജിഹാദ് എന്ന പേരിൽ ഇന്ന് ഒരു വിഭാഗത്തെ ഒന്നടങ്കം കടന്നാക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഓരോരുത്തരുടെയും ആഹാര വസ്ത്ര രീതികളെ പോലും വേട്ടയാടുന്ന കൃത്യമായ അജണ്ടകൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നു. ജിഹാദികൾ, ജിഹാദികളും. ഊത്തി വെക്കേണ്ട കയ്യിരിക്കുന്ന വലുതൊക്കെ അങ്ങ് ഇറക്കി വിടും. നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇറക്കാം. ഇത് ഇതിന്റെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കേ. സീതന്നെ ചോദിക്ക്. ചോദിക്കട്ടെ? ചോദിക്കരുത്. ഡാ നവനെ, നീയും കൂടെ ശ്രദ്ധിക്കേ.
ഈ അടുത്തിടെ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ കേട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഒന്നുകൂടെ പറയണം. അടുത്തിടെ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ കേട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ്. അമ്മ ഞാൻ പറയാം. ശരി പറയും. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണേ, എന്റെ ഭാര്യ റെഡിയാണ്. വെരി നൈസ്, വെരി നൈസ്. കുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം ഒരു വിഭാഗത്തിലേക്ക് മാത്രം കടന്നു ചെല്ലുമ്പോൾ അവർ ജിഹാദികളായി മാറും. എന്തുകൊണ്ടത് മറുവിഭാഗങ്ങൾക്കൊന്നും ബാധകമല്ല? അതൊക്കെ ഓക്കെ, എന്റെ ഒപ്പീനിയൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ കൂടിച്ചേർക്കാൻ പറ്റുന്ന ഒരു മീഡിയ പോസ്റ്റ് ഒന്ന് പറയടാവേ. ചുമ്മാ ഇരടെ. നീ പറയുന്ന ബീനെ. ചെളിക്കുണ്ടിൽ നിന്നും ആരുടെയോ കരങ്ങൾ തൂങ്ങി അവർ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരു നിറവും കണ്ടില്ല. ആഗ്രഹിച്ചു 2 കാലുകളും താങ്ങാൻ ഉറപ്പുള്ള മണ്ണുണ്ടായിരുന്നു എങ്കിൽ അവർ പരതി ഒരു ആംബുലൻസിന് വേണ്ടി ആരാധനാ കേന്ദ്രങ്ങളിലേക്കല്ല, ആശുപത്രിയിലേക്ക്. നിനക്കിരിക്കട്ടെ 100 മാർക്ക്. തീവ്രവാദ അജണ്ടകളെ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയും. ഷിഹാനയുടെ കാര്യം നമ്മൾ ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത. ഷിഹാന എന്ന പെൺകുട്ടിയെ അതുൽ എന്നയാൾ സ്നേഹം നടിച്ച്, പ്രേമം നടിച്ച്, മതം മാറ്റി അവരുടെ കെണിയിൽപ്പെടുത്തി. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് ചർച്ചയായില്ല? എന്തുകൊണ്ട് ആരും പരാതിപ്പെട്ടില്ല? കഴുതയാവാനായിട്ടൊരു ജന്മം. മതി മതി, കഴുതയായത് മതി. ഞാൻ നിർത്തി. എന്നാ പിന്നെ ഞാനും നിർത്തി. എന്താ അച്ഛാ? രാമനസീത ഇവിടെ ഇരുന്നേ, തീർത്തിട്ട് പോയാ മതി. ഹേ പ്രഭു, ഏ ക്യാ ഹുവാ? ഇരിക്കെ ഇരിക്കെ ഇരിക്കെ, കളി കളി. ലവ് ജിഹാദ് ചർച്ച ചെയ്യുന്നവർ ഇതിനെ എന്ത് വിളിക്കും? ഞാൻ വിളിക്കും പ്യാർ കി ജാൽ. പ്യാർ കി ജാൽ എന്ന് ഞാൻ ഇതിനെ വിളിക്കും. ലവ് ജിഹാദ് ചർച്ച ചെയ്യുന്നവർ പ്യാർ കി ജാലും ചർച്ച ചെയ്യണം. കുടുംബത്തിന്റെ ഒത്താശയോടെ അവൾക്കിഷ്ടപ്പെട്ട വസ്ത്രം വലിച്ചൂരി കത്തിച്ച് സ്വന്തം പേര് പോലും മാറ്റി ഒരടിമയെപ്പോലെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെയുള്ള പീഡനം ആണോ? അങ്ങനെയാണോ? ഈ അവസ്ഥ മനസ്സിലാക്കണം. അടിവരയിട്ട് ഞാൻ പറയുക, ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ പ്യാർ കി ജാലും ഇവിടെ ഉണ്ട്.